വിശുദ്ധമായ റബീഇങ്ങെത്തി. വിശ്വാസി സമൂഹം മുഴുവൻ സന്തോഷത്തിലും ആഘോഷത്തിലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ എങ്ങനെ യഥാർത്ഥ ഈമാനുള്ളവനെ ആഘോഷിക്കാതിരിക്കാൻ കഴിയും? എന്നാൽ നമ്മുടെ തെരുവുകളിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ചില ആളുകൾ ഈ രൂപത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹിജ്റ 300 വരെ ഇസ്ലാമിക ലോകത്ത് എത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്? 4 മദ്ഹബിന്റെ ഇമാമുമാരുടെ കാലം ഹിജ്റ 300 മുമ്പാണ്. ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാഹ്, ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തിൽ ഹിജ്റ 300 മുമ്പ് രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ പറ്റിയിട്ടുള്ള പരാമർശം ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് ദീനല്ല. ഇത് ഹിജ്റ 300 ശേഷം ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കൾ തുടങ്ങി വെച്ച ആചാരാണ്. ഇതിന് ഖുർആനും സുന്നത്തും തെളിവുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് വിശുദ്ധമായ ഖുർആനിൽ വല്ല തെളിവും ഉണ്ടോ എന്നാണ് മൗലവി ചോദിക്കുന്നത്. വല്ലാത്തൊരു ചോദ്യം തന്നെയാണല്ലേ അത്. ഏതായിരുന്നാലും ആ വല്ലാത്ത ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാം. അല്ലെങ്കിലും ഖുർആനിൽ കണ്ടത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നത് എത്ര വിഡ്ഢിത്തരാണല്ലേ. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അയാൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഖുർആനിൽ നിന്ന് കണ്ടാൽ മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരവും നമ്മുടെ വുളൂഉം നമ്മുടെ നോമ്പും അതൊക്കെ നമുക്ക് കൈമാറിയത് നമ്മുടെ ഇമാമുമാരാണ്. അവർക്കറിയാം എങ്ങനെയാണ് ഖുർആനിൽ നിന്ന് വിധികൾ കണ്ടുപിടിക്കേണ്ടത്, ഖുർആനിന്റെ ആയത്തുകളുടെ വ്യാഖ്യാനം എന്താണ് എന്നൊക്കെ അവരിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ഏതായിരുന്നാലും നബിദിനത്തിനുള്ള തെളിവ് ഖുർആനിലുണ്ടോ എന്നല്ല ചോദിച്ചത് മൗലവി. അതിന് നമുക്ക് ഉത്തരം കൊടുത്തേ മതിയാവൂ. വിശുദ്ധമായ ഖുർആനിൽ നബിദിനത്തിനുള്ള വ്യക്തമായ തെളിവ് തന്നെയുണ്ട്. സൂറത്ത് യൂനിസിന്റെ 58-ാമത്തെ സൂക്തം, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും നബിയെ തങ്ങൾ പറയണം. ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ഇവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളതിന്റെ വ്യാഖ്യാനത്തിൽ ധാരാളം മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ റഹ്മത്ത് എന്നുള്ളത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസത്തിൽ സന്തോഷിക്കണം എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊരു തെളിവാണ്. ഇനിയും ധാരാളം തെളിവുകൾ വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ളുഹയുടെ 11-ാമത്തെ ആയത്ത്, ഫഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ പറയുക. നമുക്ക് ലഭിച്ച അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ് വിശുദ്ധമായ റബീഉ. ആ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയുന്നത്, പാടുന്നത്, അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്നത്, അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കുന്നത്, ഇതിലെവിടെയാണ് ബിദ്അത്തുള്ളത്? ഇതിലെവിടെയാണ് ശിർക്കുള്ളത്? സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അല്ലാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയുന്നുണ്ട്, അവിടുത്തെ അപദാനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ മഹത്വങ്ങളും ഉന്നതികളും പറയാൻ ഏറ്റവും കടപ്പെട്ടവരാണെന്ന് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തണമെന്നും പറയണമെന്നും അത് വിശ്വാസികളുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും അതിൽ സന്തോഷിക്കണമെന്നും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി. ഇനി അത് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ഇങ്ങനെ ആഘോഷിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നതല്ലേ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.